ഫുള്ളിടട്ടെ. ഫുള്ളിടണ്ട എന്ന് പറയുമ്പോ ഞാൻ ഇങ്ങനെ തട്ട് എന്നിട്ട് എന്നെ വിലക്ക് പറയും. സൂപ്പർ. കൊള്ളാം അല്ലേ? സരിതേ, സരിതേ. ഓ എന്റെ അമ്മ വേണ്ട വേണ്ട വേണ്ട. ഞാൻ എത്തിക്കഴിഞ്ഞ് മിടിക്ക് കേട്ടാ. ഇപ്പൊ നല്ല ബുദ്ധി വന്ന് കുട്ടിക്ക്. കുഞ്ഞാ? അല്ല, അത് കുഴപ്പമില്ല. ഇതിനെയൊക്കെ നീ കുഞ്ഞെന്ന് പറയോ മാളു? നിക്കണോ പോണോ? നിക്കണോ പോണോന്ന് വെച്ചാ എനിക്ക് ഈ ചെമ്മീൻ കിള്ളി ചെയ്ത് ഇടാൻ വേണ്ടി ഒരു പാത്രം വേണം. സവാള വേണം. ഇതിപ്പോഴോ? എത്ര സവാള? സവാള ഒരു 4 എണ്ണം എടുത്തോ. പോയി പാത്രം എടുത്തിട്ട് വരാം. പാത്രം എടുത്തിട്ട് തന്നെ ഞാൻ പോയി റെസ്റ്റ് ചെയ്യാമോ? റെസ്റ്റിക്കോ. ഞാനും പോണേ. ആ പൊയ്ക്കമ്മായി. ഈ മംഗൂസിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? എന്താ പറ? എനിക്കറിയില്ല. മാളൂനറിയോ? എങ്ങനെ പൊട്ടിക്കണത് കൂടി എനിക്കറിയാം. അറിയില്ല. ദേ 1 2 3 4 5 6. അതിലെത്ര ഉണ്ട്? 5. 5 ഉള്ളൂ. ഇതിൽ 6 ഉണ്ട്. ഇനി പൊട്ടിക്ക്. ഇങ്ങനെ നെക്ക്. റംബൂട്ടാൻ പൊട്ടിക്കണ പോലെ ഇങ്ങനെ നെക്ക്. പൊട്ടിയല്ല. എണ്ണ്. 6 എണ്ണോ? മര്യാദ ഉണ്ട്. 1 2 3 4 5 6. 5 6 ഇവിടെ 1 2 3 4 5 എണ്ണല്ലേ ഉള്ളൂ മാളു. അത് ഒരുമിച്ചിരിക്കുന്നത്, അത് കൂടിയിരിക്കല്ലേ അമ്മായി ഭംഗിക്ക്. അങ്ങനെയാണോ? ആ ഭയങ്കര പൊളി. ആദ്യത്തെ നല്ല മധുരമായിരുന്നു. അല്ല, അത് നല്ല പഴുത്ത്. ഇതേ നമ്മുടെ കൊടംപുളിയില്ലേ, കൊടംപുളിയുടെ ഉള്ളില് ഏകദേശം അതിന്റെ ടേസ്റ്റ് വരില്ലേ? അതിന് ഭയങ്കര പുളിപ്പാ. കുറച്ച് പുളിയുണ്ട്. ഇത് പുളി ഒത്തിരി ഭയങ്കര പുളി. ഭയങ്കര പുളി വേണ്ടി വേണോ? അതിന് മുമ്പ് ഞാൻ എടുത്തോളാൻ പറഞ്ഞു. പോവാം.
കഴിഞ്ഞ മാളു അയ്യോ മാറുങ്ങോട് പക്ഷെ നേരത്തെ അരച്ചൊന്നും കാണാനില്ല. മാറ് പോ. നേരത്തെ അരച്ചൊന്നും കാണാനില്ല. അതെ, ഇപ്പുറത്തല്ലേ അരയ്ക്കുന്ന സാധനങ്ങൾ ഇടേണ്ടത്. എനിക്കറിയില്ല. കണ്ടെന്ന് ചേച്ചൊന്നും കാണാനില്ല. ഇതരിഞ്ഞത് ഞാനൊക്കെ ചെറുപ്രായത്തിലെ മൈലാഞ്ചി അരച്ചുള്ള ശീലമാണ്. നീ പോയിട്ടെ 2 സവാള ഉരിച്ച് കുനുകുന അരിഞ്ഞോണ്ടോ. ഇവിടെ വേണ്ട, അടുപ്പിലേക്ക് മതി കേട്ടോ. ഞാനിപ്പോൾ അങ്ങോട്ട് വരും, അടുപ്പിലേക്ക് വരും. കൊള്ളാം. നശിപ്പിച്ചു. അവള് നമ്മളെ കൊണ്ട് കഴിപ്പിക്കാൻ വേണ്ടി സൂപ്പറാന്ന് ആദ്യം അങ്ങ് പറഞ്ഞു നോക്കുകയാണേ. അല്ല, ഗീര് ടേസ്റ്റ് ഇല്ലേ? ഇത് കുഴപ്പമില്ല. കുഴപ്പമില്ല. കൊള്ളാം. അരിമാവല്ലേ? ഇനി അടുത്ത് എന്താ വെക്കാൻ പോണേ? വെറൈറ്റി. ഇതിനെല്ലാം തിന്നില്ല. ഞങ്ങൾ ലിമിറ്റാണ്. ഇപ്പൊ ബ്ലാക്ക് അലുവയോ ഡ്രീം കേക്കോ കൊണ്ടുവച്ചാ ലിമിറ്റ് രസോ. പോയാലോ? പോവാം. വാ. വീടല്ലേ, എന്നൊന്നും തീടല്ലേ. മതിയോ? ആ, എന്നെ ഒഴിച്ചിറങ്ങി ചൂടായോ? സവാള ഇട്ടാ മതി. ഉള്ളട്ടെ. കയ്യ് മല്ലിയിലയും പുതിയനയിലൊക്കെ അരച്ചു വെച്ചില്ലേ, അത് ഫുള്ളിടട്ടെ. ഫുള്ളിടണം. മുളക് പൊടിയില്ലേ? മുളക് പൊടിയില്ല. വേണ്ട, മുളക് പൊടി വേണ്ട. അതിന് പോയല്ലേ പച്ചമുളക് അടച്ചു വെച്ചേക്കണം. പക്ഷെ ഇത്തിരി കൂടിപ്പോയാ? കാന്താരി അല്ലേ? കാന്താരിനെ നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കുമ്പോഴാണ് എരിവ് കൂടുതൽ. കൂട്ടത്തോടെ കഴിക്കുമ്പോൾ പുതിയ കണ്ടുപിടുത്തം. അതെ, നമ്മളെങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കണതാ മാളൂ. എന്നെ പോലെ നീ ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടി. ആ കാന്താരിയുടെ പകുതി ഇട്ടോ, പകുതിയുടെ ബാക്കി പകുതി ലാസ്റ്റ്. മതിയോ? കുറച്ചുകൂടി ഇട്ടോ, മതി. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മാളൂ.
മതി 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 മതി. ഇനി എന്തായിരുന്നു? ഇനി എന്തിടണം? ഇനി ഇതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് ഗരം മസാല ഇടണം. അതെങ്ങനെ മഞ്ഞപ്പൊടി. മനസ്സിലാവും? പച്ചക്കളർ ഒരു പച്ചക്കളറ് ഒരു മൂത്തെന്ന് മനസ്സിലാവണത്. പിന്നെ ചേച്ചി എങ്ങനെ മൂക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് അത് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അതല്ലേ ചോദിച്ചു എങ്ങനെ അറിയാൻ പറ്റുമെന്ന്. എന്താ ഡിഫറൻസ് എന്താ? അത് കളറും കുറച്ച് മങ്ങും, പച്ച കളറ് കുറച്ച് മങ്ങും. മങ്ങിട്ട് എന്ത് കളറാവും? ഒരു പഴുത്ത കളറോ. ഓഫ്, ദേഹം മൊത്തം ചെവി തെറിച്ച്. ഇടട്ടെ? ഇടണ്ട. നിനക്ക് ഇത്ര തിരക്കെന്താ? എവിടെ പോണു നീ? എനിക്കിത് എന്താന്ന് അറിയത്തില്ലല്ലോ റെസിപ്പി. കാണാനൊരു കൊതുകം. ഞാനേ കാന്താരി മുഴുവൻ ചതഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അടി അടിക്കാൻ പോയതാ നിന്നെ. പെട്ടെന്ന് ഓർത്ത ദൈവമേ ഞാനാണല്ലോ ചെയ്തേ. ഞാനത് മറന്നു. ഞാൻ നിന്നെ ഏൽപ്പിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. മനസ്സിലായാ? എനിക്ക് ഇല ആയതുകൊണ്ട് അരയ്ക്കാൻ പറ്റണില്ലായിരുന്നു. തേങ്ങ ആയിരുന്നെങ്കിൽ ഞാനൊക്കെ ആദ്യമേ മൈലാഞ്ചില തുടങ്ങിയറിയോ? ഇവിടെ മൈലാഞ്ചി ഇലയൊന്നും ഇല്ലല്ലോ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. കാണിച്ചാ? ഓ, അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ പോയി പറിച്ചോണ്ട് വരണം. ഞാനൊക്കെ അങ്ങനെയായിരുന്നു. അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ല. പിന്നെ ആഗ്രഹിക്കാൻ പാടില്ല പറഞ്ഞാൽ കട്ടെടുക്കാനല്ല പറഞ്ഞ. പോയി ചോദിക്കുക, ചേച്ചി കുറച്ച് മൈലാഞ്ചി തരുമോ എന്ന് ചോദിക്കുക. എന്നിട്ട് എടുത്ത് കയ്യിലിടണം. അതെങ്ങനെ ഇടാൻ പറ്റും? മതയ്ക്കുമ്പോഴേ കയ്യിൽ ഫുൾ ആവൂലേ? പിന്നെ എവിടെ അങ്ങനെയൊക്കെയാണ് പിള്ളേർ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്തു തന്നെ. ഞാനൊക്കെ ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ തന്നെ. മൈലാഞ്ചി വലിയ കാര്യത്തിന് മൈലാഞ്ചി ഇറക്കും. കയ്യില് മൊത്തം ഞാൻ ഒരു വട്ടം ഓറഞ്ച് കളറിലിരിക്കും. എന്നിട്ട് മൈലാഞ്ചി പിന്നെ എവിടെ കൊണ്ടിടാനാ? ഓ, എന്തൊക്കെ മേടായിരുന്നു അറിയാം. പൂത്താ ഇരട്ടെ? ഇതല്ലേ ഗരം മസാല? മുഴുവൻ കമത്തരുത്, ഇത്തിരി ഇടാവേ. ഞാൻ ഇട്ടോളാം. ഞാൻ ശരി, കമത്തരുത് മാളൂ. ഞാൻ ചായപ്പൊടി ഇട്ട പോലെ ആയി പോവും. മതിയാ? കുറച്ചുകൂടെ. ഞാൻ ഫുള്ള് ഇടട്ടോ? വേണ്ട, മതി. മീറ്റ് മസാല ഇത് പറയണ്ടേ? മഞ്ഞപ്പൊടി കണക്കല്ലേ ഇരിക്കണേ? ആ, മഞ്ഞപ്പൊടി അപ്പുറത്തുണ്ട്. ഫുള്ളിടട്ടെ? ഫുള്ളിടണ്ട. എന്ന് പറയുമ്പോ ഞാൻ കയറി തട്ട്, എന്നിട്ട് എന്നെ വഴക്കുറേ. മതിയാ? ഇനി എന്തായിരുന്നു? ഇനി എന്താ ഇടണ്ടേ? എനിക്കറിയില്ല. ഇനി ഒന്നുമില്ലല്ലോ ഇടാൻ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്. ആ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. കുരുമുളക് പൊടി ഉണ്ട്. കുരുമുളക് പൊടി വേണ്ട. വേണ്ട? വൈ? ഓൾറെഡി എരി ഉണ്ടല്ലോ. ഫുള്ള് ഇടണോ? ആ, ഫുള്ള് ഇടണം. ഇത് ഇനി മൂക്കണോ? അപ്പോഴത്തേക്ക് അത് കുറെ മൂക്കും. എന്താ കുറെ ആയി പോലെ ഇഷ്ടം. ഇപ്പൊ മനസ്സിലായ മൂക്കുന്നതിന്റെ പരുവം എന്താന്ന്? കരിമ്പച്ചയല്ല, ചാണകപ്പച്ച. അതെ അതെ, ചോദിച്ചു പറഞ്ഞല്ലോ. തീർന്നോ? പരിപാടി കഴിഞ്ഞു. ഇപ്പൊ വെള്ളം ഒന്നും വീത്തുണ്ട്. അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. മായാവതി എങ്കിൽ ആരാ? മായാവതി അമ്മയ്യ. കപ്പയുടെ പിറകെ പോയാ? ചിമ്മിഞ്ഞിരട്ടെ? ഓക്കെ, വെയിറ്റ്. എരിവില്ലല്ലോ. ചീരം തോരൻ പോലെ ഇരിക്കണം. ചീര തോരനാ? എരിവില്ലല്ലോ. ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ? ഉപ്പ് കറക്റ്റ്. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടോ, ചെമ്മീന് വേണ്ടിയിട്ട്. ഇനി എണ്ണോ? ഇനി നമ്മുടെ ചെമ്മീൻ താരത്തിനിട്ടോളൂ. സോറി, അന്ന് ചേച്ചി കളഞ്ഞ എന്ന് കളഞ്ഞു. ഇന്നെങ്ങാനും ഇടുവോ മാളും? ഇനി ആകെപ്പാട് 4-3 ഏഴെണ്ണല്ലേ ഉള്ളൂ. ഇട്. ഇനി വെള്ളം ഒഴുക്കി. വെള്ളം ഇപ്പുറത്തെ കൊണ്ട് ഒഴിക്കാം. അതിൻ്റെ വേണ്ട. നീ കൈ കഴുകിയിട്ട് വാ, എന്നിട്ട് കപ്പ എടുത്തോണ്ട് വാ.
എന്റെ മാളു നീ പോയിട്ട് എത്ര മണിക്കൂറായി മാളു? നീ വെക്കില്ല വെക്കില്ല അവിടെ വെക്കില്ല അവിടെ വെക്കില്ല. പെട്ടെന്ന് പറ പെട്ടെന്ന് പറ. അയ്യോ അയ്യോ വെക്കി തുറക്കത്. മാളു കാന്താരി ഇട്. ഓക്കെ. അമ്മായി കാണാനല്ലോ എല്ലാ വഴി പോയാ? അമ്മായി പോയി. എങ്ങനെ ഉണ്ട് അമ്മായി? സൂപ്പർ. നോക്കുമ്പോ ചുമന്ന കളറിലല്ലോ കിടക്കുന്നേ. എരിവൊന്നും ഇല്ലല്ലോ. എന്നായിരിക്കും വിചാരിച്ച. ആ അമ്മായി എരിവില്ലാട്ടാ, കാന്താരി. എരിവില്ലാട്ടാ. ഇതിന് മഞ്ഞപ്പൊടി ഉണ്ടായിരുന്നു. മഞ്ഞപ്പൊടി ചേർത്തില്ല ഞങ്ങള്. ഞാൻ ഉദ്ദേശിച്ചത് പച്ച കളറാണ് അമ്മായി, പച്ച. ഞാൻ ഉദ്ദേശിച്ച പച്ച വന്നില്ല. എന്നാലും കുഴപ്പമില്ലല്ലേ മാളു? ഒരു കാര്യം ചെയ്യോ, നിങ്ങൾ രണ്ടുപേരും പോയി ടേബിൾ സെറ്റ് ചെയ്തോളൂ. യെസ് ഓഫ് കോഴ്സ്. എന്നാ ശരി. ഇതിങ്ങനെ ഉടക്കണേ. ഉടയ്ക്കണോ? അമ്മായി ഇതേ ഉടയ്ക്കുന്നത് ഇഷ്ടമല്ലാത്ത ഒരാളോടൊപ്പം ഉണ്ട്. വാ. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. നമ്മള് പോണേ. ഞാൻ ആ കട്ടനും കൂടി ഇട്ടിട്ട് വരാട്ടാ. ആ അത് മതി, കുടിച്ചിട്ട് വന്നാലും മതി. അപ്പൊ ഇയാൾക്ക് കട്ടൻ ഇല്ല, ക്യാൻസൽ. കാന്താരി തപ്പിട്ട് കിട്ടണല്ലോ. എനിക്ക് കിട്ടണമെങ്കിൽ തരാം. അത് എല്ലാം ബന്ധു ചെയ്താ എന്റെ ഞെട്ട് മതിയാ. സൂപ്പർ. കൊള്ളാല്ലേ? അടിപൊളി. ചേച്ചി വെച്ചപ്പോ ഞാനൊന്ന് സംശയിച്ചായിരുന്നു. ഞാൻ വെച്ചപ്പോ ഞാനൊരു സംശയിച്ചായിരുന്നു അമ്മായി. സത്യം നാളോട് പറഞ്ഞല്ലോ. ശരിയാവോ എന്തോ. അല്ലേ തന്നെ പുതിനയിലയും മല്ലിയിലയാണല്ലോ, അതിന്റെ ഫ്ലേവർ കൂടി നിൽക്കുവോ? ആ ഒരു സംശയം അതിന്റെ ഫ്ലേവർ ഉണ്ടെങ്കിലും പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. കാന്താരി കഴിച്ചോ? നീ പറഞ്ഞില്ല ഇത്രയും കാന്താരിയുടെ എരിവ് കൂടുതലേ ചെയ്യുന്നു. അപ്പൊ ഞാൻ എന്താ പറഞ്ഞ, കാന്താരി ഒറ്റയ്ക്ക് കഴിച്ച എരിവ് കൂടും, കൂട്ടത്തിൽ കഴിച്ച എരിവുണ്ടാവില്ല. കറക്റ്റ് അല്ലേ? കപ്പയും കൊള്ളാം. നല്ല കപ്പല്ലേ? ഒരു ചമ്മന്തി പോലും വേണ്ട അല്ലേ? ഈ വേവാതെ ഇരിക്കണത് കപ്പ എപ്പോഴെന്നറിയാം. ഈ മഴ കഴിഞ്ഞ് ഇത് തിളിർത്തിട്ട് പിന്നെ ഉള്ളതാണ് വേവില്ല. വാഴത്തടവലട ഇത് കപ്പ മാത്രം കൊടുത്താൽ അത് കഴിക്കില്ല. ചെമ്മീൻ കൊടുത്ത അമ്മായിക്ക് അടി മേടിക്കും. ചെമ്മീൻ കൊടുത്ത അമ്മായി അടി മേടിക്കും. അപ്പൊ ഞാൻ കഴിച്ചാലോ? ആ കാന്താരി ഇല്ലേ മളു, നമ്മള് പച്ചക്കിട്ടില്ലേ, അതാ ടേസ്റ്റ്. മഴയത്ത് കഴിക്കാൻ പറ്റിയ സംഭവം. മസാലകളൊന്നും ഇല്ലെങ്കിൽ ചെമ്മീൻ്റെ യഥാർത്ഥ കളറ് അല്ലേ?